ഹലോ ഗൈസ്, ഡോമിന 250യുടെ 3 ഇയേഴ്സ് യൂസർ റിവ്യൂ ആണ്. ഇപ്പോൾ വണ്ടി ഏകദേശം 16,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു യൂസർ റിവ്യൂ ആണ്. ഇപ്പം വണ്ടിയുടെ മേജർ സർവീസൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി ഇരിക്കുന്ന സ്റ്റേറ്റിലാണ്. വണ്ടിക്ക് ഇനിയിപ്പം വണ്ടിയുടെ ടയർ ചേഞ്ച് ചെയ്യണം, റിയർ ടയർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ടയറിൻ്റെ ഗ്രിപ്പൊക്കെ തേഞ്ഞ് കിടപ്പുണ്ട്. പിന്നെയുള്ള ഈ പ്രോ ഡിസ്കിൻ്റെ ഒരു നെഗറ്റീവ് സൈഡുണ്ട്. ഇപ്പോൾ വണ്ടിയുടെ ഒരു സൈഡ് മാത്രമേ ഇപ്പോൾ തേയ്മാനം വരുന്നുള്ളൂ. അതിൻ്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിപ്പോൾ അലൈൻമെൻറ്റിൻ്റെ പ്രശ്നമൊക്കെ കൊണ്ടായിരിക്കും. പിന്നെ വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തിപ്പോൾ ഉള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, നമ്മൾ മീറ്റർ ഓൺ ചെയ്യുമ്പം വണ്ടി എടുത്തപ്പോൾ തൊട്ട് ഇതിനകത്തൊരു മൂടൽ മഞ്ഞ് കണക്കത്തെ ഒരു എഫക്റ്റ് ഉണ്ട്. അത് 2-3 വട്ടം കമ്പനി കൊടുത്തിട്ടും അത് ഇതുവരെ ചേഞ്ച് ചെയ്ത് തന്നിട്ടില്ല. അങ്ങനത്തെ കാര്യം ഇപ്പോഴും വണ്ടിക്ക് ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള വണ്ടിയുടെ ബാക്ക് ബ്രേക്ക് ഭയങ്കര ഷോക്കാണ്. പിന്നെ ഇനി ഷോക്ക് ഓയിൽ മാറാനുണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്. ഇപ്പോൾ LRL എന്നാണ് ഞാനിപ്പോൾ ഈ വണ്ടിയുടെ സർവീസ് ചെയ്തേക്കുന്നത്. പിന്നെ വരുന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടിയുടെ ചെയിൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 16,000 കിലോമീറ്റർ ആയപ്പോൾ വണ്ടിയുടെ ചെയിനും സ്പ്രോക്കറ്റും മാറിയിട്ടുണ്ട്. റോളോൻ്റെ ബ്രാസ് ചെയിനാണ് ഇട്ട് വയ്ക്കുന്നത്. വണ്ടി ഇപ്പം 3 വർഷം കൊണ്ട് 16,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. അപ്പം ഇതിനകത്ത് എനിക്ക് ഫേസ് ചെയ്തേക്കുന്ന വണ്ടിയുടെ റിയർ ബ്രേക്ക് ഭയങ്കര ശോകമാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ, വണ്ടിയിൽ എഞ്ചിൻ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ മാക്സിമം മോട്ടോയിൽ യൂസ് ചെയ്യുക. ബജാജിൻ്റെ ഓയിലിനേക്കാളും എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് മോട്ടോയിൻ്റെ ഓയിലാണ്. ഇപ്പോൾ ഇതിനകത്ത് മോട്ടോയിൻ്റെ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. പിന്നെ വരുന്ന വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മെയിനായിട്ട് കൂളൻറ്റിൻ്റെ കാര്യം എപ്പോഴും ചെക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂളൻറ്റിൻ്റെ ലെവൽ എപ്പോഴും ഈ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ എഞ്ചിൻ ഓവർ ഹീറ്റ് ആവും. എഞ്ചിൻ ഓവർ ഹീറ്റ് ഇരിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും കൂളൻറ്റിൻ്റെ ലെവൽ നോക്കുക. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടിക്ക് 5 ഇയർ വാറൻറ്റിയാണുള്ളത്. പിന്നെ വണ്ടിക്ക് എനിക്ക് അഡീഷണൽ 1 ഇയർ എഞ്ചിൻ വാറൻറ്റി തന്നിട്ടുണ്ട്. 1,00,000 കിലോമീറ്റർ വരാം. അപ്പം ടോട്ടൽ 6 ഇയർ വാറൻറ്റി ഉണ്ട്. പക്ഷേ 6 ഇയർ വാറൻറ്റി ചെയ്യുന്ന സമയത്ത് നമ്മൾ വണ്ടി 1 വർഷത്തിൽ 3 സർവീസ് അവിടെ ചെയ്യണമെന്നുണ്ട്. വണ്ടി ചുമ്മാ തന്നെ ഷോറൂമിൽ കയറി തന്നെ 1,200 രൂപ സർവീസിന് വരുന്നുണ്ട്. അപ്പം ഈ വാറൻറ്റി ഒരു കണക്കിന് കമ്പനിയിലുള്ള രീതി പറയുമ്പോൾ ഒരു ആപ്പ് കണക്ക് അവിടെ നിന്ന് തന്നെ സർവീസ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള പറച്ചിൽ കണക്കാണ്. പിന്നെ ഈ ബാക്ക് ബ്രേക്കിൻ്റെ ഇത് ഒരു വട്ടം ഞാൻ ഷോറൂമിൽ നിന്ന് മാറിയിട്ട് ഭയങ്കര സൗണ്ടൊക്കെ ആയിരുന്നു. പിന്നെ അവരുടെ അടുത്ത് റെസ്പോൺസ് ചോദിച്ചപ്പോൾ അത് തേഞ്ഞ് തീരണം, എന്നാലേ ആ സൗണ്ടൊക്കെ മാറത്തുള്ളൂ എന്നുള്ള രീതിയിലാണ്. അതൊരു നല്ലൊരു ആൻസറായിട്ട് എനിക്ക് തോന്നില്ല. കാരണം പുതിയ ഇത് വെച്ചിട്ട് അങ്ങനത്തെ രീതിയാണ്. പിന്നെ ഞാൻ വേറെ ഒരു ഫേസ് ചെയ്തൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വണ്ടിയുടെ സീറ്റാണ്. ബാക്ക് സീറ്റ് പില്ലിയന് അധികം സുഖമില്ല. പക്ഷെ നമ്മുടെ സീറ്റ് അത്യാവശ്യം വൈഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഫ്രണ്ടിൽ നമ്മൾ നോർമൽ എൻ്റെ 167 ആണ് ഹൈറ്റ്. അപ്പോൾ നോർമൽ സീറ്റിൽ ഫ്രണ്ടിൽ നിന്ന് ഒടിയും, ലോങ് പോകണമെങ്കിൽ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ആയിട്ടിരിക്കും. പക്ഷേ ബാക്ക് സീറ്റ് അത്ര സുഖമില്ല. ഞാൻ എന്നിട്ട് അതിനകത്ത് കുഷ്യൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ടോർക്ക് അത്യാവശ്യം ഉള്ളതുകൊണ്ട് പുറകിലിരിക്കുന്ന ആൾ നമ്മൾ ആക്സലറേഷൻ കൊടുക്കുമ്പോൾ പുറകിലോട്ട് അയക്കാൻ വേണ്ടി ഒരു ബാക്ക് റെസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ കുഷ്യൻ വെച്ചിട്ടും അധികം ഒരു എഫക്റ്റായിട്ട് എനിക്ക് തോന്നി. ലോങ് പോകുന്ന സമയത്ത് പണി കിട്ടാറുണ്ട്. അതായത് നല്ല രീതിയിൽ പെയിൻ എടുക്കാറുണ്ട്. പിന്നെ വെച്ചേക്കുന്ന സാധനമാണ് പുതിയ ഡോമിന 250യുടെ പുതിയ 400 ഡോമിന 400ൻ്റെ കാരിയർ. ഞാൻ പിന്നെ റിയർ ഷോക്ക് ഇതാക്കാൻ വേണ്ടി KTMൻ്റെ ഷോക്ക് കവർ എടുത്ത് മേടിച്ച് അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നേക്കുന്നത് ഞാൻ വൈസർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വൈസർ ഞാൻ ബാൻഡിലോസിൻ്റെ ഓഫർ സെയിലിൽ മേടിച്ചാണ്. 120 രൂപ കണ്ടേ ആയിട്ടുള്ളൂ. മറ്റേ പുതിയ ഡോമിനാറിൻ്റെ UGയുടെ ഏകദേശം 3,000 റുപ്പീസ് വരും. ഇതും ആ ക്ലാമ്പും കൂടെ ഏകദേശം എനിക്ക് 600 റുപ്പീസ് ആയിട്ടുള്ളൂ. പിന്നെ പർപ്പസ് വൈസ് വാങ്ങുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. വിൻഡ് ബ്ലാസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു ലിമിറ്റ് വരെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം അഡീഷണലായിട്ട് ചെയ്തേക്കുന്ന ഇതെന്ന് വെച്ചാൽ, പുതിയ ഡോമിനാറിൻ്റെ 400ൻ്റെ മൊബൈൽ ഹോൾഡർ. ഇത് അത്യാവശ്യം പർപ്പസ്ഫുള്ളാണ്. പക്ഷേ ഞാൻ ആവശ്യം കഴിയുമ്പോൾ മൊബൈലിൻ്റെ ഹോൾഡർ ഊരി മാറ്റും. എന്നിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം വെക്കും. പിന്നെ ഈ വെച്ചേക്കുന്നതാണ് ഹാൻഡിൽ റെസ്റ്റ്. നമുക്ക് കൈ ലോങ് ഒക്കെ പോകുമ്പം റെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരിതാണ്. ഇത് അത്യാവശ്യം പർപ്പസ്ഫുള്ളാണ്. എനിക്കിത് 49 റുപ്പീസേ ആയിട്ടുള്ളൂ. LRL നിന്നാണ് ഇത് മേടിച്ചത്. അവിടുന്ന് കോംപ്ലിമെൻ്റായിട്ട് കിട്ടിയ ലിവർ ഗ്രിപ്പാണിത്. അവിടുന്ന് സർവീസ് ചെയ്ത് കഴിഞ്ഞപ്പം
അത്യാവശ്യം നല്ല സർവീസായിരുന്നു LRL നിന്ന് ഇപ്പം എനിക്ക് കിട്ടിയത്. കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവിടെ എന്തോ ഓഫറിന് ആനിവേഴ്സറി സെയിൽ എന്തോ നടക്കുമായിരുന്നു. പിന്നെ ചെയ്തേക്കുന്നതാണ് ഈ കീ. ഇത് ഞാൻ എൻ്റെ കീ കളഞ്ഞു പോയപ്പം അവിടുന്ന് കീ ചേഞ്ച് ചെയ്തതാണ്. പുതിയ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ എടുത്തിട്ട് ഇങ്ങനത്തെ രീതിയിലാക്കി. മിക്കവരും പറയുന്നത് ഓവർ ലൈറ്റ് ആയിട്ടാണ് കീ സെറ്റ് കംപ്ലൈൻ്റ് ആവുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ ഈ കാണുന്ന കണക്ക് ഈ ഫ്രണ്ടിലത്തെ വീല് ഇത് ഞാൻ തന്നെ വണ്ടി എടുത്തിട്ട് 6 മാസത്തിനുള്ളിൽ ചെയ്തൊരു ഇതാണ്. ഡയമണ്ട് കട്ട് പുതിയ ഡോമിനാണ് കണക്കാക്കിയത്. ഇതിപ്പോഴും നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം ഒരു തുരുമ്പോ അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതിൻ്റെ ഓൾറെഡി ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബാക്കിലെ പ്രോ ഡിസ്ക് വെച്ചതിന് ശേഷം എനിക്ക് കുറച്ച് ഇഷ്യൂ ഫേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ. അതായത് വീലിൻ്റെ ഒരു സൈഡ് മാത്രമേ കൂടുതൽ തേയ്മാനം, അപ്പുറത്തെ സൈഡ് തേയ്മാനം കുറവും. നമ്മൾ കർവൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു സൈഡ് ഫുള്ളായിട്ട് ബെൻഡാണ് നടക്കുന്നത്. അതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഈ വീലിൻ്റെ വെയിറ്റ് ബാലൻസിങ് കറക്റ്റായിട്ട് അലൈൻമെൻറ്റ് കറക്റ്റ് ആകത്തുണ്ട്. നമ്മളിപ്പോൾ എക്സ്ട്രാ വെയിറ്റ് ആയിരിക്കുമല്ലോ ഇത് ചെയ്യുമ്പോൾ, അത് പ്രോപ്പറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ്ഡ് ആകാത്തതുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു ഇത് വരുന്നത്.